ഇന്ന് മറ്റൊരു ചിറ്റ്ചാറ്റാണ്. ഞാനൊരു 3-4 ദിവസം വീഡിയോ ചെയ്തില്ല. നിങ്ങൾക്കറിയാം, ഡൽഹിയിലെ പൊല്യൂഷൻ പുറത്തിറങ്ങിയാൽ തന്നെ കണ്ണിനകത്തൂടെയും പിന്നെ ഏത് രീതിയിലാണ് ശ്വാസം കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ കാര്യം മാത്രമൊന്നുമല്ല, ഇവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. പ്രായമുള്ള മറ്റുള്ള ആളുകളുടെ സ്ഥിതിയും അതിദയനീയമാണ് ഡൽഹിയിൽ. അത് ഇന്ത്യയിലെ പല സിറ്റിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് ഗവൺമെൻറ് ഇതിനെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇനി അതല്ല ടോപ്പിക്ക് ഷിജുവുമായിട്ട്, കാനഡയിൽ നിന്ന് ഷിജുവുമായിട്ട് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ ഇസ്രായേൽ ബന്ധം, അതേപോലെ ഇറാൻ, അമേരിക്ക, എങ്ങനെയാണ് വെസ്റ്റ് ഏഷ്യ, അതേപോലെ ഇവിടുത്തെ ഈ കോണ്ടിനെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന വാർ കൊണ്ടുണ്ടാകുന്ന എക്കോണമിയുടെ സംഭവം എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ, എങ്ങനെയാണ് നമ്മുടെ പല ആൾക്കാരും, പല മലയാളം യൂട്യൂബ് സാറ്റലൈറ്റ് ചാനലൊക്കെ പല രീതിയിലുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ബേസിക്കലി അതുമായി ചേർന്നൊരു അസംഷനും ഒരു അനാലിസിസുമാണ് ഷിജു എങ്ങനെ തോന്നുന്നു ഈ അമേരിക്ക, ഇസ്രായേൽ, അതേപോലെ തന്നെ ഇറാനുമായിട്ടുള്ള സംഭവം? ഏതായാലും വാർ നടക്കുന്നത് കൺഫേംഡായി. കാരണം അമേരിക്ക അവരുടെ സിറ്റിസണോട് ഇസ്രായേലിൽ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. അവിടുത്തെ എംബസിയിലുള്ള സ്റ്റാഫിനോട്, അവിടുത്തെ അംബാസഡർ തന്നെ പറഞ്ഞു, താല്പര്യമുള്ളവർക്കൊക്കെ പോകാം, ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി. അതേപോലെ തന്നെ മറ്റ് പല രാജ്യക്കാരും, ചൈനയാണെങ്കിലും ജപ്പാനാണെങ്കിലും UK ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും എല്ലാവരും അവരുടെ സിറ്റിസണോട് കാരണം ഇറാനാണെങ്കിലും ഈ ഇസ്രായേലാണെങ്കിലും അവിടുന്ന് വിട്ടുപോരാൻ പറഞ്ഞു. ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത് ബേസിക്കലി? അതെ, ഗുഡ് ടു സീ മാത്യു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്തായാലും ഒരു വിഷയം, അതായത് ഇസ്രയേൽ ഇന്ത്യ വിഷയത്ത് കിടക്കുന്നതിന് മുമ്പ് ശരിക്കും ഇറാനുമായിട്ടുള്ള വിഷയത്തിനകത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നല്ല, ലോകത്ത് മുഴുവനും ഒരു വലിയൊരു വലിയൊരു ഒരുക്കമുണ്ട്, ഒരു യുദ്ധഭീതി കൊണ്ടുവരും. ആ യുദ്ധം സംഭവിക്കുമോ, യുദ്ധമില്ലാതെ തന്നെ ഒരു റഷ്യൻ ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. ഒരു പരിധി വരെ അമേരിക്ക പ്രഷറൈസ് ചെയ്യുന്നത് വഴി യുദ്ധം, അതായത് ഒരു ആക്രമണം ഒഴിവാക്കി ഒരു പക്ഷേല് ഈ റഷീമിന്റെ സുപ്രീം ലീഡർ എന്ന് പറയുന്ന ഖൊമൈനി ഒഴിവാക്കാനോ ഉള്ള സാധ്യതയില്ലാതില്ല. വളരെ രസകരമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇസ്രയേലിനെ കൂടി ബന്ധിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ജനീവയിൽ വെച്ചൊരു ടോക്ക് ഉണ്ടായിരുന്നു. ജനീവ വെച്ചുള്ള ടോക്കിനകത്ത് ഇസ്രയേലിന്റെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററാണ് പോകുന്നത്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററിന്റെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പരിധി വരെ ഓർമ്മ വരുന്നത് നമ്മൾ പഴയ ഈ ഇറാഖിന്റെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടായിരുന്ന സദാം ഹുസൈന്റെ കാലത്ത് ഇറാഖിന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഒരു താരിഖ് അസീസിന്റെ ഒരു അപ്രോച്ചാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യമുണ്ട്, ഇറാനിയൻ അന്ന് ഇറാഖിലുണ്ടായിരുന്ന താരിഖ് അസീസ് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ. അതെ, ബാക്കിയുള്ളവരെല്ലാം മുസ്ലിംസ് ആയിരുന്നു, സുന്നി മുസ്ലിംസ് ആയിരുന്നു. അതെ, അതിന് എഫക്റ്റ് ഉണ്ടായി. കാരണം ഈ പറയുന്ന താരിഖ് അസീസിനെ അവസാനം ജയിലിലായ ശേഷം താരിഖ് അസീസിനെ ശരിക്കും വധിക്കാനായിട്ട് വിധിച്ചെങ്കിലും ആ വധശിക്ഷ നടപ്പാക്കാതെ പോയതിന് കാരണം ഈ പറയുന്ന ഈ കാൽഡിയൻ ക്രിസ്ത്യൻസും വത്തിക്കാനും ഒക്കെയാണ്. പ്രസിഡന്റ് അത് ഒപ്പിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ 6 മാസം മുമ്പാണ് ഈ താരിഖ് അസീസ് ജയിലിൽ വെച്ച് മരിച്ചു ഇവിടെ ജോർഡനിൽ അടക്കിയേക്കുന്നത്. അപ്പം ഒരു ജീവിതകാലം മുഴുവനും ഈ പറയുന്ന പോലെ ജയിലിൽ കഴിയേണ്ടി വന്ന അന്നത്തെ ഒരു ഫോറിൻ മിനിസ്റ്ററുടെ ഒരു ലുക്കാണ് ഒരു പരിധി വരെ. അതിനേക്കാൾ ഉപരി സബർകാച്ചി വെരി ഡിപ്ലോമാറ്റിക്കലിയാണ് സംസാരിക്കുന്നത്. അതെ അതെ, അയാൾ ഈ അമേരിക്കയൊന്നും വലിയ ഷൗട്ട് ചെയ്തുള്ള സംസാരമൊന്നുമില്ല. പിന്നീട് ഇറാനിയൻ പത്രങ്ങൾ തന്നെ ഇയാളെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒമാൻ ടോക്കിനകത്ത് അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ ക്രൂഡ് ഓയിൽ ബിസിനസ് ചെയ്യാം, മറ്റുള്ള ചൈനീസ് കമ്പനികളോടും മറ്റുള്ളവരോട് അവിടുന്ന് പോകാൻ പറയാം. ഇതൊക്കെ ഇവർ ഓഫർ ചെയ്തു. യുറേനിയം 1% അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ചുമ്മാ വെറുതെ പറയുന്ന റെജീം ചേഞ്ച് മാത്രമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതിലേക്കാണ് വരുന്നത്. എന്ത് പറഞ്ഞാലും ഈ പറയുന്ന ഒരു ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ഇല്ലാതിരിക്കുന്നതോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഓയിൽ എംബാർഗോ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിന്റെ അപ്പുറത്ത് അമേരിക്ക ഒരു കാരണവശാലും ഈ ഒരു അവസരം പാഴാക്കുകയോ ഇറാന് വീണ്ടും ഒരു അവസരം കിട്ടത്തക്ക വിധത്തിൽ ഒരു സാഹചര്യം ഒരുക്കുകയത്തില്ല.
അതിന്റെ ബിന്ദു അതിശക്തമായിട്ട് ഇസ്രയേലാണ്. ഇസ്രയേലിന് വേണ്ടതെന്ന് പറയുന്നത് ഒരു ഇറാഖ് പോലോ സിറിയ പോലോ ലെബനോൻ പോലോ ഒരിക്കലും ഇസ്രയേലിന് ഒരു ഭീഷണിയാകാത്ത വിധം ഇസ്രയേലിനെ മാറ്റി തീർക്കണം. അപ്പൊ ആ ഇസ്രയേല് ഈ ഇറാനെ മാറ്റി തീർക്കണം. അപ്പൊ ഈ ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ പക്ഷത്ത് വരുന്നതാണ് ഇറാന്റെ നിലനിൽപ്പിന് നല്ലത്. ബഹുഭൂരിപക്ഷം ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇറാനിയൻസുകളുണ്ട്. 40-45 വർഷമായിട്ട് ഇറാനിലേക്ക് പോയിട്ടില്ലാത്തവർ. അവരൊക്കെ ഞാൻ അവരുടെയൊക്കെ അതിശക്തമായുള്ള ഒപ്പീനിയനും അവർക്ക് അകത്തുനിന്നുള്ള ഫാമിലി ഇൻഫർമേഷനും ഒക്കെ കിട്ടുന്നതൊക്കെ എന്ന് പറയുന്നത് ഇറാനകത്ത് ആയത്തുള്ള ഖുമൈനിക്കുണ്ടായിരുന്ന ഒരു റിലീജിയസ് ലീഡർ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, അദ്ദേഹം ഒഴിവായി കിട്ടിയാൽ ഈ വരാൻ പോകുന്ന വലിയൊരു വിപത്ത് ഒഴിവാകും എന്ന് ജനറലി ഇറാനിയൻസിന് ആയത്തുള്ള സപ്പോർട്ട് ചെയ്യുന്നവർക്കും എതിർക്കുന്നവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പ്രതീക്ഷിക്കുന്ന ഈ IRGCയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വീരൻ, ഒരു ധീരനോ മറ്റോ ഖുമൈനിയെ വധിക്കുമെന്നോ മറ്റോ ആകും. അതിന് മസാദൊക്കെ പിന്നിലുണ്ടാകും. അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്ന സാധ്യത എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു രസകരമായ ഒരു വശം ഞാൻ പറയാം. കാര്യം നമ്മളിപ്പം ഇസ്രയേലിനെ ഓപ്പറേഷൻ എൻഡബേ മുതൽ ഇങ്ങോട്ട് നോക്കി ഇവിടെ വന്ന് പേജർ ബോംബും അടുത്ത കാലത്ത് സംഭവിക്കുന്നതൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഇന്റലിജൻസ് രീതി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ജനീവായി വെച്ചുള്ള ടോക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഫക്റ്റീവ് അല്ല. കാര്യം ഇറാൻ കൊടുത്ത ഒരു പ്രപ്പോസൽ 10-20 മിനിറ്റ് നേരം അവർ പരസ്പരം ചർച്ച ചെയ്ത ശേഷം നാളെ ഇനി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വിയന്നായി കാണാമെന്ന് പിരിയുകയാണ്. അപ്പൊ ഈ ഒരാഴ്ചത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പറയുന്നുണ്ട് ദേ ഗോ ബാക്ക് ടു ദ ക്യാപിറ്റൽ ആൻഡ് ഡിസ്കസ് വിത്ത് ദ ലീഡേഴ്സ്. അപ്പം ജനീവായിൽ നിന്ന് ട്രംപിനോട് സംസാരിക്കാൻ വേണ്ടി തിരിച്ച് വാഷിംഗ്ടണിന് വേണ്ടി ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ തിരിച്ചു പോകുന്ന വ്യക്തി എന്തായാലും ഈ ഇൻഫർമേഷൻ ഒരു പരിധി വരെ ഈ സുപ്രീം ലീഡറിന്റെ അരികിൽ എത്തും. ആ സുപ്രീം ലീഡിലേക്ക് വന്ന കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ എവിടെയാണ് ഒളിത്താവളം എന്ന് കണ്ടുപിടിക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രം എന്നൊരു തമാശയായിട്ടെങ്കിലും അല്പം സീരിയസ് ആയിട്ട് ചിന്തയാണ്. അല്ല, അതല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. പല ഇൻ്റർനാഷണൽ ഈ സ്പൈ ഏജൻസികൾ സ്പൈനെ പറ്റിയൊക്കെ പറയുന്ന പല എക്സ്പേർട്ടുകളും പറയുന്നത് ഇപ്രാവശ്യം ഇസ്രായേലിൻ്റെയിലും അമേരിക്കയുടെയിലും കൃത്യമായിട്ട് ഈ അലി ഖമൈനി എവിടെയാണ് പോയിരിക്കുന്നത്, പോകുന്നത്, എവിടെയാണ് ഒളിത്താവളം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് രേഖയുണ്ടെന്ന് പറയുന്നത്. കാരണം ഏതൊക്കെ മന്ത്രിമാർ എവിടെ പോകുന്നു, ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ IRGCയിൽ ആരൊക്കെയാണ് ഈ പറയുന്ന ഇസ്രായേൽ അമേരിക്കൻ പക്ഷത്തോട്ട് വരുന്നത്, അതേപോലെ തന്നെ കർഡിഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അവിടെ, കാരണം റിബൽ ഗ്രൂപ്പാണ്. അപ്പോൾ അവരെയും തയ്യാറെടുത്ത് എനിക്ക് തോന്നുന്നു സമയം ബൈ ചെയ്യുവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കംപ്ലീറ്റ് പ്രിപ്പറേഷൻ്റെ ഒരു രീതിയിലോട്ടാണ്. കാരണം ഒരു കാര്യം ഷിജു മറക്കരുത്, അമേരിക്ക ബില്യൺസ് മുടക്കിയിട്ടാണ് ഈ പറയുന്ന 17 എയർക്രാഫ്റ്റ് കരിയറൊക്കെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അതുപോലെ ഇതേപോലൊരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഗൾഫ് വാറിൽ പോലും ഉണ്ടായിട്ടില്ല. ഇപ്പം എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ കാൾസൺ ടക്കർ അയാളുമായിട്ട് അഭിമുഖത്തിൽ അയാളുടെ വായിൽ നിന്ന് വരുന്നത്, കാരണം ബേസിക്കലി അയാൾ റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവാണ്, അതായത് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അമേരിക്കൻ ബേസുകളെ അല്ല. കാരണം ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് മനസ്സിലായി. കാരണം ഉദ്ദേശിക്കുന്നത് UAEയുടെ ഓയിൽ അസറ്റും സൗദിയുടെ ഓയിൽ അസറ്റും ഖത്തറിൻ്റെ ഓയിൽ അസറ്റും അമേരിക്കയുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നു അവരുടെയൊക്കെ ഓയിൽ അസറ്റിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ശരിക്കും ട്രംപിന് തന്നെ ഭാഷയും ഒക്കെ എന്ന് പറയുന്നത് ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ഇത്രയേറെ പടയൊരുക്ക് നടത്തിയ ശേഷം ഒരു കാരണവശാലും ഒരു റഷ്യൻ ചേഞ്ച് ഇല്ലാതെ അമേരിക്ക പിന്മാറുന്ന പ്രശ്നമില്ല. അത് 100%. അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നെന്ന് പറയുന്ന അലി ഖൊമേനിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ പണ്ട് മഡൂറോയ്ക്ക് പറഞ്ഞ പോലെ രാജ്യം വിടാനോ എക്സൈൽ പോകാനോ അവസരം ഉണ്ടെങ്കിലും അദ്ദേഹം കരുതിക്കാണ് ഇനിയും വയസ്സാം കാലത്ത് എന്തിനാണ് രാജ്യം വിടുന്നത്, പകരം ഇനി സ്വർഗം പ്രാപിച്ചാമെന്നായിരിക്കാം പുള്ളി ചിന്ത. അതുകൊണ്ടായിരിക്കാം. പക്ഷെ പുള്ളി ഒളിത്താവളം വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധവിത്തനാളെ നീളത്തിലെന്നാണ് എൻ്റെ വിശ്വാസം. ഒളിത്താവളത്തെ കൃത്യമായിട്ട് അദ്ദേഹത്തെ പറ്റി അറിവുണ്ട്, എവിടെയാണ് ഒളിത്താവളം എന്ന് അറിയാമെങ്കിൽ ഒറ്റ ഒരു ദിവസം കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ ഈ പ്രശ്നം. കാര്യം അലി ഖൊമൈനി ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ IRGC നിലനിൽക്കത്തില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ ഇറാന്റെ ഭരണകൂടം വെനിൻസുലയുടെ ഭരണകൂടം മാറിയ പോലെ തന്നെ ഈ പറയുന്ന ഫോറിൻ മിനിസ്റ്ററും ഈ പറയുന്ന പഷഷ്കാനും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അമേരിക്കയുടെ പക്ഷത്തേക്ക് മാറുകയോ അമേരിക്കയുടെ നിയന്ത്രണത്തിന് വരികയോ ചെയ്യും. അതാണ് അമേരിക്കയുടെ ഉദ്ദേശം. അമേരിക്ക ഒരു കാരണവശാൽ അമേരിക്കയ്ക്ക് വേണ്ടത് അമേരിക്ക ഇസ്രയേലുമാണ് ഇതിന്റെ പിമ്പിലെങ്കിൽ
അമേരിക്കയ്ക്ക് വേണ്ടത് ആ ഓയിലിന്റെ മേലുള്ള നിയന്ത്രണമാണ്. ഇത്രയും ഒരുക്കം നടത്തി പെനിൻസുല മുതൽ ഇതുവരെയുള്ള മുഴുവൻ വിഷയങ്ങളും ഉണ്ടാക്കി ഓയിലിന്റെ ഒരു കൺട്രോള് കൈകാലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറാന്റെ ഓയിലിനെ നിയന്ത്രിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഫ്യൂവലിന് ഓപ്ഷൻ ആകുകയും ചെയ്യും. കാരണം ഈ ഓയിലിന്റെ മേലുള്ള നിയന്ത്രണം നടക്കത്തില്ല. അതുകൊണ്ട് അമേരിക്ക എന്ത് കാരണവശാൽ ഇറാൻ ഓയിലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ഇസ്രയേലിന് വേണ്ടത് ഇസ്രയേലിന് ഭാവിയിൽ ഒരിക്കലും ഒരു ഇറാൻ ഭീഷണിയാകരുത്. ഇത് രണ്ടും നടത്തി മാത്രമേ ഇറാൻ പിന്മാറത്തുള്ളൂ. അതിൻ്റെ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ഇതോടുകൂടി ഇസ്രായേലിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ. കാരണം അവരെ തൊടാൻ പറ്റത്തില്ല. അതെ, അതിലേക്കാണ് എനിക്കും വരാൻ താല്പര്യം. മനസ്സിലായില്ല. കാരണം അവരെ തൊടാൻ പറ്റത്തില്ല. അവരാണ് മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിലെ നാറ്റോയിലെ അമേരിക്കയുടെ റോള്. അതെ, കാരണം അതും കൂടെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതോടുകൂടി ഈ സംഭവങ്ങൾ, ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അവരുടെ അണ്ടറിലായി വരും. ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത് ഇസ്രായേലിൻ്റെ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? കാരണം ഏകദേശം 7 പ്രാവശ്യമാണ് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ 1.5 വർഷം ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് വൈറ്റ് ഹൗസിൽ പോയിരിക്കുന്നത് 7 പ്രാവശ്യമാണ്. അപ്പോൾ അതിനേക്കാൾ ടക്കർ തന്നെ പറയുന്നു, അമേരിക്കയിൽ ഒരു മിനിസ്റ്റർക്ക്, ഒരു സെക്രട്ടറിക്ക് പോലും 7 പ്രാവശ്യം ട്രംപിനെ ഇത്ര സമയത്തിനുള്ളിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഇസ്രായേലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം? മറ്റെന്താണ് ബേസിക്കലി? അവർക്കും ഈ പറയുന്ന അമേരിക്കയോട്, ഇവർക്കും ഈ പറയുന്ന ഒരു അൺഡിസ്പ്യൂട്ടബിൾ രാജ്യം എന്നതിനേക്കാൾ ഉപരി അവരും എക്സ്പാൻഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഇസ്രായേൽ എക്സ്പാൻഷന് വേണ്ടി ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക വളരെ തന്ത്രപരമായിട്ട് വളരെ വ്യക്തമായ ഉദ്ദേശത്തോടെ തന്നെയാണ് നീങ്ങുന്നത്. കാരണം ലോകത്തിന്റെ ഒരു ക്രമം അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറ്റി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു മുമ്പ് നമ്മൾ സംസാരിച്ച ബോർഡ് ഓഫ് പീസ്. ബോർഡ് ഓഫ് പീസ് വരുമ്പോഴത്തേക്കും യുണൈറ്റഡ് നേഷന്റെ ഇമ്പോർട്ടൻസ് കുറയുമോ, യുണൈറ്റഡ് നേഷൻ അബോളിഷ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും യുണൈറ്റഡ് നേഷൻ അബോളിഷ് ചെയ്യപ്പെടത്തില്ല. പക്ഷേ യുണൈറ്റഡ് നേഷന്റെ സെക്യൂരിറ്റി കൗൺസില് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് പോലുള്ളത് മറ്റനേകം ഓർഗനൈസേഷനുകൾ ഒരു ഫലവും ഇല്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത ഇത്തരം ഓർഗനൈസേഷനൊക്കെ അബോളിഷ് ചെയ്യപ്പെടും. ഇപ്പം ബോർഡ് ഓഫ് പീസിന്റെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഒട്ടനവധി ആൾക്കാർ അതിനകത്തുണ്ടെന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട വ്യക്തികളൊന്നും മാറിയിട്ടില്ല. ട്രംപിന്റെ അധികാരത്തിന് കീഴിലുമാണ് ബോർഡ് ഓഫ് പീസ് വർക്ക് ചെയ്യുന്നത്. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദീർഘനാളത്തേക്ക് ലോകത്ത് സമാധാനം കൊണ്ടാണ് ഏജൻസിയായിട്ട്, വളരെ ശക്തമായ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പം നരേന്ദ്രമോദിയുടെ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്രയേൽ ഒരു ആ റീജിയനിലെ ഒരു അൺക്വസ്റ്റനബിൾ ആയിട്ടുള്ള, ചോദ്യം ചെയ്യപ്പെടാനൊക്കാത്ത വിധമുള്ള ഒരു എമേർജിങ് പവറായിട്ട് വളരുകയാണ്. ഒരു സംശയവുമില്ല. ഒരു ഒക്ടോബർ 7 ശേഷം, 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രയേൽ സന്ദർശിക്കുന്ന പ്രധാന വളരെ ചുരുക്കം നേതാക്കന്മാർ മാത്രം ഇസ്രയേൽ സന്ദർശിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒഫീഷ്യൽ വിസിറ്റ്. ഇടയ്ക്ക് വന്നു പോയവരോ അല്ലെങ്കിൽ സഹതാപം പ്രകടിപ്പിക്കാമെന്ന നേതാക്കന്മാരെ പറ്റി അല്ല പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് പ്രധാന വ്യക്തിയാണ് നരേന്ദ്രമോദി. ഈ സമയം അതിൻ്റെ അകത്ത് മനസ്സിലാക്കുക, ഫ്രഞ്ച് ചാൻസലർ അവിടെ വിസിറ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം. അതേപോലെ തന്നെ ഈ ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് ഇന്ന് വരെ അൺറിലയബിൾ ആയിട്ടുള്ള ലീഡറാണ്. അയാൾ പോലും വിസിറ്റ് ചെയ്യുന്നു. ജർമ്മനി, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇതാണ് 3 നമുക്ക് പ്രധാനമായിട്ട് കണക്കാക്കുന്നത്. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ EU-ന്റെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നത് അന്ന് അക്കാലത്ത് വന്നു പോയിട്ടുണ്ടാവാം നമ്മുടെ ജോ ബൈഡന്. പിന്നെ ഷോർട്ട് വിസിറ്റിനകത്ത് നമ്മൾ ട്രംപിനെ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പ്രൈവറ്റ് വിസിറ്റിനേക്കാൾ കൂടുതൽ ഒരു ഒഫീഷ്യൽ വിസിറ്റ്, ഇതുപോലെ എഗ്രിമെന്റ് സൈൻ, ഇപ്പൊ 27 എഗ്രിമെന്റും MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ്, ലോങ് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നില്ല എന്ന് കണ്ട് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് അല്ല. പിന്നെ അത് നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇറാൻ ഇത്രമാത്രം ശക്തമായിട്ട് പടയൊരുക്കം നടക്കുകയും ഏത് നിമിഷം യുദ്ധം വരാം അല്ലെങ്കിൽ ഏത് നിമിഷം യുദ്ധം സംഭവിക്കാമെന്ന് കരുതുകയും ഇസ്രായേൽ ഒരു മേജർ ടാർഗറ്റ് ആയിരിക്കുകയും ഇരിക്കെ ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഒഫീഷ്യൽ വിസിറ്റ് നടത്തുന്നതെന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്ക അറിയാതല്ല. ഒരുപക്ഷെ അമേരിക്ക നിർദ്ദേശപ്രകാരമായിരിക്കും. അമേരിക്കയുടെ ഡയറക്ഷനാണ് നടന്നിരിക്കുന്നത് മുഴുവൻ. അതെ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ഒരു രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോകത്തില്ല ഈ പറയുന്ന വ്യക്തികളുമായിട്ട്. ഇവിടെ പോയി കഴിഞ്ഞിട്ടും
വളരെ ഊഷ്മളമായിട്ടൊരു സ്വീകരണം. ആ സ്വീകരണത്തെ പറ്റി നമ്മൾ നോക്കുകയാണ്. 27 എഗ്രിമെന്റും MOU സൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പറയുന്നുണ്ട്. ഐമെക്കിനെ പറ്റി പറയുന്നുണ്ട്, അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറിനെ പറ്റി. പിന്നെ I-2E2 ഇന്ത്യ ഇസ്രയേൽ UAE US എന്നുള്ള സംഭവത്തെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കനസത്ത് നടത്തുന്നൊരു പ്രസംഗം, അതിശക്തമായിട്ടുള്ള പ്രസംഗമാണ്. പ്രസംഗത്തിനകത്ത് ആദ്യം ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ നെതന്യാഹുവിന്റെ ഒരു ഇൻട്രഡക്ഷൻ, ഒരു വളരെ ഇമോഷണൽ ആയിട്ട് നെതന്യാഹു സംസാരിക്കുന്നത്. യു ഡിഡ്ന്റ് ഫ്ലിഞ്ച്, യു ഡിഡ്ന്റ് വേവ്, യു ഡിഡ് നോട്ട് ഗിവ് എക്സ്ക്യൂസ്, യു സ്റ്റുഡ് നെക്സ്റ്റ് ടു ഇസ്രയേൽ, യു സ്റ്റുഡ് ബൈ ഇസ്രയേൽ, സ്റ്റുഡ് ഫോർ ഇസ്രയേൽ ആൻഡ് യു സ്റ്റുഡ് ഫോർ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ദ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന ഇത്തരം ഒരു പ്രയോഗം ഈ പറയുന്ന നെതന്യാഹു നടത്തിയിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപിനെ പറ്റി മാത്രമാണ്. ഫസ്റ്റ് ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് ഇസ്രയേൽ ഇൻ വൈറ്റ് ഹൗസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ നെതന്യാഹു എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഒറേറ്ററാണ്, നല്ലതായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയും വളരെ നന്നായിട്ട് ഈ ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യാൻ പറ്റും. നല്ല ഒരു ഒറേറ്ററാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ പുള്ളിക്ക് പരിജ്ഞാനം കുറവാണെന്ന് എനിക്ക് തോന്നി. ആര് പറഞ്ഞാലും അതെ, നല്ല കമ്മ്യൂണിക്കേറ്റർ ആണ്. നന്നായിട്ടാണ് ആ പ്രസംഗം ഡെലിവർ ചെയ്തത്. അതായത് ആ സ്റ്റേജിൽ നിന്നിട്ട് നരേന്ദ്രമോദി ഒക്ടോബർ 7-നുണ്ടായിരുന്ന ഈ ഒരു തീവ്രവാദി ആക്രമണത്തെ കണ്ടോളൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ബാർബറിക് ടെററിസ്റ്റ് അറ്റാക്ക് ബൈ ഹമാസ് ഓൺ October 7 വളരെ ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്. 140 കോടി ജനങ്ങളുടെ വികാരം, ഞങ്ങളുടെ കണ്ടോളൻസ്, ഞങ്ങളുടെ അനുശോചനം നിങ്ങളെ അറിയിക്കുന്നു പറഞ്ഞിട്ട് ഇന്ത്യ സ്റ്റാൻഡ് വിത്ത് ഇസ്രയേൽ ഫേംലി വിത്ത് പ്യുവർ കൺവിക്ഷൻ ആൻഡ് ദിസ് മൊമെന്റ് ആൻഡ് ബിയോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന ആ ഭാഷയ്ക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. October 7 1200 ഇസ്രയേലുകളെ കൂട്ടക്കൊല ചെയ്യുന്നതിനുള്ള വളരെ വികാരനിർഭരമായി നടത്തുന്ന ഈ ഒരു കണ്ടോളൻസ്, ഈ ഒരു അനുശോചന സന്ദേശത്തിന് ശേഷം ഒരു വാക്കുപോലും ഗാസയിൽ മരിച്ച 70,000 പേരെ പറ്റി പറയുന്നില്ല. ഒരു ദുഃഖം പോലും പ്രകടിപ്പിക്കുന്നില്ല. 75,000 പേര് എത്രയായാലും ഈ അവരെ പറ്റി. അപ്പം സാധാരണഗതിയിൽ ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയുടെ മരണത്തെ പറ്റി ദുഃഖമെങ്കിലും പ്രകടിപ്പിക്കാതെ പരാമർശം കൊണ്ടെന്ന് മാത്രമല്ല, ഗാസയ്ക്കകത്ത് പലസ്തീൻ വാക്ക് പ്രയോഗിക്കുന്നില്ല. പാലസ്തീൻ ഒരു പ്രാവശ്യം പാലസ്തീന്റെ പേരെടുത്തു, പിന്നീട് അത് ആ ടോപ്പിക്കിലേ വന്നില്ല. പിന്നെ ഞാൻ ആ പ്രസംഗം 2-3 പ്രാവശ്യം കേട്ടു. ഒരു പ്രാവശ്യം അത് അംഗീകരിക്കുന്നില്ല പലസ്തീൻ. ഒരു പ്രാവശ്യം പാലസ്തീന്റെ പേര് പറഞ്ഞതിന് പിന്നെ ആ ടോപ്പിക്കിലേ പോയില്ല. പുള്ളി പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. പിന്നെ ഇവിടെ പറയുന്ന ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ സൈൻ ചെയ്യുന്ന മെമ്മോനകത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഭാഗമുണ്ട്. അതായത് ഒരു ഇൻഡസ്ട്രി ആൻഡ് റെസ്റ്റോറന്റിനകത്തൊരു ഒരു MOU സൈൻ ചെയ്യുന്നുണ്ട്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുന്നുണ്ട്. കൃത്യമായ രൂപരേഖ ആയിട്ടില്ലെങ്കിലും അത് ഇന്ത്യക്ക് വളരെയേറെ പ്രയോജനം ചെയ്യപ്പെടുന്നതാണ് എന്റെ വിശ്വാസം. കാര്യം 180ഓളം റിസോർട്ട് വരുന്നുണ്ട് ഈ ഗാസ ഏരിയയില്, മെഡിറ്ററേനിയൻ കടലിനടുത്ത്, അതായത് ബോർഡ് ഓഫ് പീസിന്റെ നിയന്ത്രണത്തിൽ വരുന്നത്. അപ്പൊ അതിലേക്ക് മുൻകാലങ്ങളിൽ ഈ പറയുന്ന റെസ്റ്റോറന്റുകളിലോ ഈ പറയുന്ന ഇസ്രയേലിലോ ഒക്കെ ജോലി ചെയ്യുന്ന പലസ്തീൻ ഏരിയയിൽ നിന്ന് വരുന്ന പലസ്തീനികളായിരുന്നു. അവരെ ഈ ഒരു ട്രേഡിലേക്ക് അവർ വിശ്വസിക്കുന്നതെന്ന് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് ഒരു അവസരമാകാതെ. എന്തുകൊണ്ടും ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ട്രംപിന് രണ്ടാം വരവിന് ശേഷം നമുക്ക് വളരെയേറെ പ്രതീക്ഷകളും വളരെ ഹോപ്പും ഉണ്ടായിരുന്നെങ്കിലും ഈ പറയുന്ന ഫൽഗാം അറ്റാക്കും തുടർന്നുണ്ടായിരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു അവസരം നഷ്ടപ്പെട്ടപ്പോൾ വളരെ നിരാശയുണ്ടെങ്കിലും അതിനുശേഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഇന്ത്യയുടെ ഒരു ആക്ഷൻ ആയിരുന്നു നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ വിസിറ്റും ഈ പറയുന്ന ഈ ഒരു സ്വീകരണവും ഈ പറയുന്ന എല്ലാ നടപടികളും. അതിനകത്ത് ഇപ്പം പലസ്തീൻ മരിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഗാസയിൽ മരിച്ചവർക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്താതെ എന്തോ ഇസ്രയേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനകത്തോ എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്ക് യാതൊരു വിധമായ ഒരു പരാതി ഇല്ലെന്ന് മാത്രമല്ല, നെതന്യാഹു പറയുന്ന ആ ഒരു പ്രസംഗത്തിനകത്ത് ആദ്യം മുതൽ എക്സ്ക്യൂസ് തന്നില്ല, ഞങ്ങളോടൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ October 7 മുതൽ October 8 ആരംഭിക്കുന്ന ആ യുദ്ധം 1 വർഷക്കാലം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആരെന്ന് മാത്രമല്ല പല പ്രാവശ്യം ഇസ്രയേലിനെതിരെ പ്രഷർ ഉണ്ടായിട്ടുണ്ട്, സീസ്ഫയർ നടത്താനും നിർത്താനും ഒക്കെ. ആ സമയത്തൊക്കെ നിസ്സംശയം ഒരു കാര്യം പറയാം, ഇസ്രയേലിനെ സഹായിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഇന്ത്യയുടെ ആയുധങ്ങളായിരുന്നിരിക്കണം, ഇന്ത്യയുടെ സപ്പോർട്ട് അതിനുള്ള അതിന് വേണ്ടപ്പെട്ട ആയുധങ്ങളോ അല്ലെങ്കിൽ അത്തരം വെടിക്കോപ്പുകളോ നൽകിയതൊക്കെ ഇന്ത്യ ആയിരുന്നിരിക്കണം. അതിന്റെ ഒരു പ്രതിഫലനമാണ്
നെതന്യാഹുവിന്റെ വികാര പ്രകടനം. അതല്ലെങ്കിൽ ഒരിക്കലും ഒരു കപടമാകാൻ വഴിയില്ല. രണ്ടാമത് അടുത്തൊരു പ്രധാന വിഷയം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഒരു ഹെക്സഗൺ അലയൻസിനെ പറ്റി ഇസ്രയേൽ പറയുന്നുണ്ട്. ഹെക്സഗൺ അലയൻസ് എന്ന് പറയുന്നത് 6 മുഖങ്ങളുടെ ബന്ധമായിരിക്കാനാണ് സാധ്യത. പക്ഷേ ഈ ഹെക്സഗൺ അലയൻസിന്റെ ഒരു റിസംബ്ലൻസ് ഉണ്ട്. ഒരു പെന്റഗൺ ഉണ്ട് അമേരിക്കയിൽ. അമേരിക്കയുടെ ഒരു വാർ മെഷീന്റെ പരിപൂർണ നിയന്ത്രണ സ്ഥിരാകേന്ദ്രമാണ് പെന്റഗൺ എന്ന് പറയുന്നത്. ഈ പെന്റഗണിനെ റിസംബിൾ ചെയ്യുന്നതാണ് ഈ ഒരു ഹെക്സഗൺ എന്ന് പറയുന്ന ഈ ഒരു അലയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനവും മറ്റൊന്നാകാൻ വഴിയില്ല. ആ പേരുകൊണ്ട് തന്നെ ഞാൻ പറയാം. മറ്റത് വളരെ ഒന്ന് നിരീക്ഷിക്കാൻ രസകരമായി തോന്നിയ ഭാഗമുണ്ട്. ഈ ബോർഡ് ഓഫ് പീസിന്റെ വെബ്സൈറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എംബ്ലം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ എംബ്ലമായിട്ട് വളരെ സാമ്യമുള്ള എംബ്ലമാണെന്ന് മാത്രമല്ല, ഗോൾഡൻ കളറിലാണ്. മറ്റത് ബ്ലൂ കളറിൽ, ഇത് ഗോൾഡൻ കളറിലാണ്. അതുപോലൊരു സാധനമാകാം ഈ എക്സ്റ്റേണൽ അലയൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്ന സെക്യൂരിറ്റി, ഡിപ്ലോമസി, ഡിഫൻസും പിന്നെ എക്കണോമിക് ടൈസും ഒക്കെയാണ് പറയുന്നതെങ്കിലും അതിനകത്ത് വരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്രയേല്, ഇന്ത്യ, പിന്നെ ഗ്രീസ് ആൻഡ് സൈപ്രസ്. പിന്നെ വരുന്നത് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്, അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യം. അല്ല, അതിൻ്റെ അകത്ത് ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ മോദിയുടെ വിസിറ്റ് കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട് ടർക്കിക്ക്. അതേപോലെ തന്നെ മെസ്സേജ് കൊടുക്കുന്നുണ്ട് ചൈനയ്ക്ക്. കാരണം ചൈനയുടെ പ്രോക്സി ആയിട്ടാണ് പാകിസ്ഥാൻ വന്നത്. അതേപോലെ തന്നെ സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും പാകിസ്ഥാനും ചേർന്ന് അവിടുത്തെ ഒരു നാറ്റോ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതെ, മോദിയുടെ വിസിറ്റിന് ഭയങ്കര മെസ്സേജ് ഉണ്ട്. തീർച്ചയായിട്ടും അത് സിമ്പിൾ ഒന്നും അല്ല, ഇവര് ആൾക്കാർ കാണുന്ന മെസ്സേജ് ഒന്നും അല്ല അതിനകത്ത്. കാരണം പാകിസ്ഥാനും സൗദി അറേബ്യയും ടർക്കിയും കൂടെ ചേർന്നുണ്ടാക്കിയ ആ ഒരു അലയൻസിന് എതിരായിട്ട് ഇസ്രയേലും ഇന്ത്യയും ചേർന്ന അലയൻസ് ഉണ്ടാക്കി അത് ഗ്രീസ് വരെ നീളുകയും ചെയ്തു. ഗ്രീസും സൈപ്രസിനെ അത് കൊണ്ടുവരേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ല. ഗ്രീസ്, സൈപ്രസ് എന്ന് പറയുന്നത് ടർക്കിയുടെ അയൽക്കാരാണ്. അല്ല, ടർക്കിയുടെ ഏറ്റവും വലിയ എനിമിയാണ് ഗ്രീസ്. അതെ, അതുകൊണ്ടാണ് ഇത് നീളുന്നതെന്ന് പറയുന്നത്. ടർക്കിയുടെ സമീപ പ്രദേശത്ത് നീളുന്നുണ്ട്. പിന്നെ ആഫ്രിക്കയും ഏഷ്യയും പെടുന്ന മറ്റു രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി വരുമ്പോൾ ഈ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ടർക്കി അലയൻസിന് ശക്തമായൊരു ഭീഷണിയാണെന്ന് മാത്രമല്ല, ഈ റീജിയനിലെ ഭാവിയിലെ ഈ ഒരു സമാധാനത്തിന്റെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെക്സഗൺ അലയൻസിന്റെ കയ്യിലായിരിക്കും. ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫൻസ് കൊളാബറേഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ റീജിയൻ മുഴുവൻ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു ലെവൽ ഓഫ് US കൺട്രോൾ. US പ്രധാനപ്പെട്ട വിഷയങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്ന ആഫ്രിക്ക, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള വിഷയങ്ങൾ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സഹായത്തോടുകൂടി ഇന്ത്യ പ്രധാന വ്യക്തിയാകുക. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഇസ്രയേൽ എത്രമാത്രം ടെക്നോളജിക്കൽ അഡ്വാൻസ് ആണ്, എത്രമാത്രം യുദ്ധതന്ത്രം ഉണ്ടെന്ന് പറഞ്ഞാലും ഇസ്രയേലിന് അംഗസംഖ്യ കുറവാണ്. അതിനോട് ചേർന്നൊരു വിഷയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നെതന്യാഹു ചൈനീസ് പ്രസിഡന്റിനോട് സംസാരിക്കുന്ന ഒരു വിഷയമായിട്ട് നമ്മുടെ ഏഷ്യന്റെ സിവിലൈസേഷൻ ആണ് ചൈനയുടെ, ഇന്ത്യയുടേത്. ഇന്ത്യ ഇൻഡസ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വളരെ പഴയ ഒരു സിവിലൈസേഷൻ ആണ്. അതിനൊപ്പം നിൽക്കുന്നതാണ് ചൈനീസ് സിവിലൈസേഷൻ, ചൈനയുടെ സിവിലൈസേഷൻ. അതുപോലെ തന്നെ അതിനോട് ഒപ്പം തന്നെയോ അതിന് തുല്യമായിട്ട് അതിനേക്കാളും മുകളിൽ വന്നാൽ ഒരു പക്ഷേ ഇസ്രായേലിന്റെ ഈ പറയുന്ന ജോർഡൻ വാലി എന്ന് പറയുന്ന ഇസ്രായേലിന്റെ യഹൂദന്മാരുടെ സിവിലൈസേഷൻ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരേ സമയം വളർന്നു വന്ന ഈ 3 വ്യത്യസ്ത സമൂഹങ്ങൾക്കകത്ത് ചൈനയിൽ ഏകദേശം 140 കോടി ജനങ്ങളുണ്ട്. ഇവിടെ ഇന്ത്യയിലും 140-150 കോടി ജനങ്ങളുണ്ട്. എന്തേ ഇസ്രായേൽ 18 ലക്ഷമായി പോയി? ലോകം മുഴുവൻ പറയുന്നത് ഇവരാണ് ഒരു എത്നിക് ക്ലൻസിങ് നടത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇതിന്റെ റിസൾട്ടോടെ വന്നു? എന്തുകൊണ്ടാണ് ഈ കാലം മുഴുവനും ഇസ്രായേൽ നേരിട്ട വലിയൊരു വംശഹത്യയുണ്ട്. ലോകം മുഴുവൻ നേരിട്ട വംശഹത്യ, ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ട ജനത. അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമെന്ന് മാത്രമല്ല, അവരുടെ ഒരു അവസാന പോരാട്ടം ഒരു കാരണവശാലും ഇസ്രായേലിനെ തോൽപ്പിക്കാനൊക്കത്തില്ല. കാരണം അവരുടെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഒരു വിജയം മാത്രമല്ല, ഒരു അതിജീവൻ, ഒരു നിലനിൽപ്പുമാണ്. അല്ല, അവർക്ക് അത്രമാത്രം അല്ല, അവർക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഇസ്രായേലിന്റെ വാർ ജയിച്ചേ മതിയാവത്തുള്ളൂ. അതെ, അല്ല ഇസ്രായേലിന് വാർ തോക്കാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ ഇസ്രായേൽ വാർ തോറ്റു എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഇല്ലാതായി.
ഇസ്രായേൽ ഇല്ലാതാകുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇല്ലാതാകും. അതാണ് യഹൂദന്മാരില്ലാതാകാണ് ചെയ്യുന്നത്. അതാണ് സംഭവം. കാരണം അതിൻ്റെ സ്പെസിഫിക് ആയിട്ടാണല്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒക്ടോബർ 7 ശേഷം ഏകദേശം 20,000 അമേരിക്കൻ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവർ തിരിച്ചു വന്നല്ലോ. കാരണം വളരെ വ്യാപകമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേറ്റർ ഇസ്രായേലോ അല്ലെങ്കിൽ ഇസ്രായേലിനെ വികസിപ്പിക്കുന്നതോ ഒക്കെ സാധ്യതയില്ലാതില്ല. കാരണം ഈ വരുന്നവരെ എല്ലാം പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ട് ഇസ്രായേൽ എന്തുകൊണ്ടും ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടാനൊക്കാത്ത 80-90 കാലഘട്ടത്തൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ അക്കൗണ്ട്സിനൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാവുന്നൊരു ഭാഗമുണ്ട്. അതായത് ഇസ്രായേൽ ബോയ്ക്കോട്ട് ചെയ്യും. നമ്മളിപ്പം ഈ പണ്ട് റെഫ്യൂജി സ്റ്റാമ്പ് പോലൊക്കെ തന്നെ വെള്ളത്തിൽ കാണാവുന്ന സാധനമുണ്ട്. അതായത് ഇസ്രായേൽ ബോയ്ക്കോട്ട് സ്റ്റാമ്പ്. അങ്ങനെ ഇസ്രായേലിനെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്യാൻ ശ്രമിച്ച ആ രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ ചൊൽപ്പടിയിലാണ്. ഒരു 20-30 വർഷം ഇസ്രായേൽ വളരെ തന്ത്രപരമായിട്ട് ചെയ്തതും അമേരിക്കയുടെ സപ്പോർട്ടൊന്നും അവർ സംശയമില്ല. ഇപ്പോഴത്തെ ഭരണകൂടം, അമേരിക്കൻ ഭരണകൂടം എന്ന് പറയുന്നത് വളരെ ഡിറ്റർമിനന്റ് ആണ്. 3 വർഷത്തിനകം നിശ്ചയമായിട്ടും ഈ പറയുന്ന ഒരു അറബ് രാജ്യത്തിനോ ഒരു ഇസ്ലാമിക രാജ്യത്തിനോ ഒരു മറ്റൊരു രാജ്യത്തിനോ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിനെ അതിശക്തമായിട്ട് തീർത്തിട്ട് ട്രംപ് അധികാരം ഒഴിയത്തുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുവരെ നമ്മൾ ഈ കാണുന്ന അടുത്തിനോട് ചേർന്ന് വായിക്കാവുന്ന ഒരു ഭാഗമുണ്ട്. ഈ യുക്രൈൻ ഈ റഷ്യ വാർ, അത് നമ്മള് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തില് ഡാവോസിൽ വെച്ച് കണ്ടു. അത് അടുത്ത ഒരു സെഷനിൽ സംസാരിക്കാം. അതെ. അപ്പൊ ഒരു വിഷയം എനിക്ക് അറിയാം. അതായത് ഇത് തീരാതെ ഇറാനുമായിട്ടുള്ള പ്രശ്നം തീരാതെ ഒരു കാരണവശാലും യുക്രൈൻ റഷ്യ പ്രശ്നം തീരത്തില്ല. തീർന്നു കഴിഞ്ഞാൽ റഷ്യയും യൂറോപ്പും ഇക്കാലത്ത് ഇടപെടും. അതുകൊണ്ട് അവരെ എൻഗേജ് നിർത്തിയിരിക്കുകയാണ് അമേരിക്ക ആണെന്ന് എന്റെ വിശ്വാസം. താങ്ക് യു. അടുത്തൊരു ടോപ്പിക് കാണാം. താങ്ക് യു.